ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. മഞ്ചേശ്വരത്ത് SDP വോട്ടുകൾ തള്ളാതെ UDF. അപ്പോൾ SDP വോട്ടുകൾ LDF തള്ളുന്നില്ല, SDP വോട്ടുകൾ UDF തള്ളുന്നില്ല. നമ്മൾ നേമത്ത് ശിവൻകുട്ടിയുടെ വാക്കുകൾ കേട്ടു. ആരുടെ വോട്ടും ഞങ്ങൾ വേണ്ട എന്ന് പറയില്ല എന്ന് ശിവൻകുട്ടി പറയുന്നു SDP ഡീലുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ. ഇപ്പോൾ അതേ കാര്യം തന്നെ അങ്ങ് വടക്ക് തെക്ക് ശിവൻകുട്ടി, അങ്ങ് വടക്ക് AK അഷ്റഫും പറയുന്നു. മഞ്ചേശ്വരത്ത് SDP LDFിന് വോട്ട് ചെയ്താൽ ജയിക്കുന്നത് BJP ആയിരിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി AK അഷ്റഫ് പറഞ്ഞു. SDP പ്രവർത്തകർ BJPക്ക് അനുകൂലമാകുന്ന തീരുമാനം എടുക്കില്ല. KM അഷ്റഫ് LDFിന് അനുകൂലമായി പറഞ്ഞത് വ്യക്തിപരമായ നിലപാടായിരിക്കുമെന്നും UDF സ്ഥാനാർത്ഥി റിപ്പോർട്ടറോട് പറഞ്ഞു. നമുക്കൊന്ന് കേട്ടുവരാം AK അഷ്റഫിനെ. മഞ്ചേശ്വരം നടത്തുന്ന പോരാട്ടം BJPക്കെതിരെയുള്ള പോരാട്ടമാണ്. മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഞങ്ങൾ വോട്ട് ചെയ്യണം, കൂടെ നിൽക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അഷ്റഫിന്റെ അഭിപ്രായം അല്ലല്ലോ. അങ്ങനെ ഔദ്യോഗികമായി അവരെ പാർട്ടിയല്ലേ പറയേണ്ട, അവർക്ക് എങ്ങനെ പറയാൻ കഴിയും? മഞ്ചേശ്വരത്ത് LDF UDF BJP ആണെങ്കിലും എല്ലാവർക്കും അറിയാം പോരാട്ടം BJPയും UDFും തമ്മിൽ. അവിടെ LDFന് വോട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് BJPയെ സഹായിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ നിലപാട് ആരും എടുക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അരുൺ ഭൂപ്പറമ്പ 7500 വോട്ടുണ്ട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDP-ക്ക്. കഴിഞ്ഞ ഭൂരിപക്ഷം 800-ൽ താഴെയാണ്. എന്ന് വെച്ചാൽ SDP-യിലെ പാതി വോട്ട് LDFിന് പോയാൽ അവിടെ AK അഷ്റഫ് പരാജയപ്പെടും. BJP സ്ഥാനാർത്ഥി ചരിത്രത്തിലാദ്യമായി മഞ്ചേശ്വരത്ത് നിന്ന് 89 വോട്ടിന് പരാജയപ്പെട്ട സുരേന്ദ്രൻ വിജയിച്ച് നിയമസഭയിൽ എത്തുകയും ചെയ്യും. ഇതാണ് സാഹചര്യം. അപ്പോൾ AK അഷ്റഫ് SDP വോട്ടുകൾ സ്വാഗതം ചെയ്യുകയാണ്. പരമാവധി വോട്ടുകൾ ഒലിച്ചു പോകാതിരിക്കാൻ കോട്ട കിട്ടുകയാണോ അരുൺ ഭൂപ്പറമ്പ? അരുൺകുമാർ, SDP സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിന് ശേഷം ആദ്യമായാണ് UDF സ്ഥാനാർത്ഥി AK അഷ്റഫ് പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം SDP-യുടെ പ്രാദേശിക നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. മഞ്ചേശ്വരത്ത് UDF വിരുദ്ധ വികാരമാണുള്ളത്. അതുകൊണ്ട് തന്നെ SDP പ്രവർത്തകർ അനുഭാവികളെല്ലാം LDFിന് അനുകൂലമായി ചിന്തിക്കുന്നു. LDFിന്റെ ഒരു പ്രാദേശികമായിട്ടുള്ള വികാരം LDFിന് അനുകൂലമാണ് എന്നതാണ് അവരുടെ പ്രാദേശിക നേതാക്കളൊക്കെ പ്രതികരിച്ചത്. ഔദ്യോഗികമായി സംസ്ഥാന നേതൃത്വം മഞ്ചേശ്വരത്ത് ആരെ പിന്തുണക്കുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും LDFിന് അനുകൂലമായി അവർ വോട്ട് ചെയ്യുമെന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ 2021-ൽ SDP വോട്ടുകൾ ലഭിച്ചത് UDFിനാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7500-ലധികം വോട്ടുകൾ അവർക്ക് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. ആ വോട്ടുകൾ LDFിന് ലഭിച്ചു കഴിഞ്ഞാൽ, ആ വോട്ടോ അല്ലെങ്കിൽ അതിൽ പകുതി വോട്ടോ LDFിന് ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും UDFിനായിരിക്കും അത് തിരിച്ചടി ഉണ്ടാവുക. LDF മണ്ഡലത്തിൽ വിജയിച്ചു വരാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ തിരിച്ചടി ഉണ്ടാവുക UDFിനാണ്. അതിന്റെ ആനുകൂല്യം ലഭിക്കുക K സുരേന്ദ്രനായിരിക്കും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പുകൾ ആശങ്കയിലാണ്. അതുകൊണ്ട് ഈ SDP വോട്ടുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അത് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് UDFിന്റെ ഭാഗത്തുണ്ടാവുന്നത്. അതിൽ തന്നെ AK അഷ്റഫ് പറയുന്നത് വൈകാരികമായ ചില കാര്യം, SDP സംബന്ധിച്ച് വൈകാരികമായ ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് SDP പ്രവർത്തകരെ കൊലപ്പെടുത്തിയത് BJP-യാണ്, അവരുടെ നേതാക്കളെ ജയിലിലടച്ച BJP-യാണ്. അങ്ങനെയുള്ള BJP-യെ അവർക്ക് സഹായകമാകുന്ന ഒരു തീരുമാനം SDP-യുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നതാണ് AK അഷ്റഫ് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ വോട്ടുകൾ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. അതായത് മഞ്ചേശ്വരത്തിന്റെ സാഹചര്യം SDP-യുടെ വോട്ട് വടക്ക് AK അഷ്റഫിന് വേണം, തെക്ക് ശിവൻകുട്ടിക്കും വേണം. അപ്പോൾ ഡീൽ ആരൊക്കെ തമ്മിലാണെന്നുള്ള ചോദ്യം നമുക്ക് ദീപ്തിയോട് ചോദിക്കാം.